പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളിൽ വൻ കഞ്ചാവ് വേട്ട. ഒറ്റപ്പാലത്ത് 2 സംഘങ്ങളിൽ നിന്നായി 11 കിലോ കഞ്ചാവും ഷൊർണൂരിൽ നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 12 കിലോ കഞ്ചാവുമാണ് പിടികൂടിയത്. ഒറ്റപ്പാലത്ത് വെച്ച് പോലീസിന്റെയും എക്സൈസിന്റെയും പിടിയിലായ 4 മലപ്പുറം സ്വദേശികളെ കോടതി റിമാൻഡ് ചെയ്തു. റെയിൽവേ സ്റ്റേഷനിലെ ഡ്യൂട്ടിക്കിടയിൽ സംശയം തോന്നി പരിശോധിക്കുന്നതിനിടയിലാണ് പ്ലാസ്റ്റിക് കവറിൽ സൂക്ഷിച്ച നിലയിൽ 3 കിലോ കഞ്ചാവുമായി മലപ്പുറം വഴിക്കടവ് സ്വദേശി കോയക്കുട്ടി, പുലാമന്തൂർ സ്വദേശി സക്കീർ എന്നിവർ ഒറ്റപ്പാലം പോലീസിന് പിടിയിലായത്. ഒറീസയിൽ നിന്നും ട്രെയിൻ മാർഗം ഒറ്റപ്പാലത്തെത്തിയ ഇരുവരും സ്റ്റേഷന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിലായത്. ഇതിനിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തു നടന്ന എക്സൈസ് പരിശോധനയ്ക്കിടെയാണ് 8 കിലോ കഞ്ചാവുമായി മലപ്പുറം തിരൂരങ്ങാടി മാട്ടാറ വീട്ടിൽ നൌഷാദ്, ഞാറക്കാട് സ്വദേശി മുഹമ്മദ് മഹഫീൻ എന്നിവർ പിടിയിലായത്. 2 കിലോ വീതം 4 ബാഗുകളിലാക്കി സൂക്ഷിച്ച കഞ്ചാവാണ് ഇവരിൽ നിന്നും ഒറ്റപ്പാലം എക്സൈസ് സംഘം പിടികൂടിയത്. ഒറ്റപ്പാലത്ത് നിന്നും പിടിയിലായ 4 പേരെയും കോടതി റിമാൻഡ് ചെയ്തു. അതിനിടെ ഷൊർണൂരിലെത്തിയ മംഗലാപുരം നേത്രാവതി എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ ബാഗുകളിൽ നിന്നാണ് 12 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് കണ്ടെടുത്തത്. പിടിച്ചെടുത്ത കഞ്ചാവിന് വിപണിയിൽ 7 ലക്ഷം രൂപ വില വരുമെന്നും പരിശോധന ഭയന്ന് ബാഗുകൾ ഉപേക്ഷിച്ചതാവാമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. റിപ്പോർട്ടർ, പാലക്കാട്.